നമ്മൾ വേറൊരു ഫീൽഡിലായിരുന്നെങ്കിൽ ഒരിക്കലും എന്നെ സംബന്ധിച്ച് നമുക്ക് ഇത്രയും രാജ്യങ്ങൾ പോകാനോ അല്ലെങ്കിൽ ഇത്ര ആളുകളായിട്ട് ഇടപഴകാൻ അറിയാനോ നമ്മൾ ഒരിക്കലും വഴിയില്ലല്ലോ. കിസി റോസ് തുംസേ മുലാഖാത്ത് ഹോഗി മേരി ജാൻ ഉസ് ദിൻ. ഭയങ്കര യാദൃശ്ചികമായിട്ട് അദ്ദേഹം ഇട്ടേക്കുന്ന കോസ്റ്റ്യൂം ഞാൻ ഇട്ടേക്കുന്ന കോസ്റ്റ്യൂം ഏകദേശം ഒരുപോലെ തന്നെ. നമസ്കാരം, ESP മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇബ്രു. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് മുഹമ്മദ് അഫ്സലാണ്. ഒരുപാട് ഹിന്ദി ഗാനങ്ങളാണ് ഏറ്റവും കൂടുതൽ അഫ്സൽ പാടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഉദിത് നാരായണൻ, കുമാർ സാനു എന്നിവരുടെ ഗാനങ്ങളാണ് ഏറ്റവും കൂടുതൽ അഫ്സൽ പാടാൻ ആഗ്രഹിക്കുന്നതും പാടിക്കൊണ്ടിരിക്കുന്നതും. അഫ്സലിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അഫ്സൽ, നമസ്കാരം. നമസ്കാരം. അങ്ങനെ ESP മീഡിയയിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. നമ്മൾ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അതെ അല്ലേ? ഒരു പ്രാവശ്യം എവിടെയോ വെച്ച് കണ്ടു. നമ്മൾ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെയോ വെച്ച് കണ്ടത്. പക്ഷെ നമ്മൾ സംസാരിക്കാനും അടുത്ത് ഇപ്പോൾ കൂടുതലായിട്ട് സംസാരിക്കുന്നത് ഇന്നാണ്. അതെ. അഫ്സല്, എനിക്ക് തോന്നുന്നു പാട്ട് പാടാൻ തുടങ്ങിയ കാലം മുതൽ ഏറ്റവും കൂടുതൽ പാടുന്നത് ഹിന്ദി പാട്ടുകളാണ്. അതെ തീർച്ചയായും. ഹിന്ദി പാട്ടുകൾ, അതായത് ഉദിത് നാരായണൻ, കുമാർ സാനു അവരുടെ ഗാനങ്ങളാണ് ഏറ്റവും കൂടുതൽ പാടുന്നത്. പിന്നെ അജ്നബി ആ പാട്ടാണ് എനിക്ക് തോന്നുന്നത് അഫ്സലിനെ കാണുമ്പോൾ തന്നെ പ്രേക്ഷകർ പാടാൻ പറയുന്നത്. അതെ അല്ലേ? ഞാൻ ഷാറൂഖ് ഖാന്റെ ഭയങ്കര ഒരു ഫാൻ കൂടിയാണ്. അപ്പോൾ ആ ഒരു സ്റ്റൈലും ആ ഒരു ഹെയർ കട്ടിങ്ങും എല്ലാം അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതെ, ഹെയർ സ്റ്റൈൽ ഇങ്ങനെ ആയതുകൊണ്ട് എല്ലാവരും ആ ഒരു സ്റ്റൈലാണെന്നൊക്കെ പറയും. അപ്പോൾ അത് തന്നെ ഒരു വലിയ സന്തോഷം നോക്കും. എനിക്ക് തോന്നുന്നു ഏകദേശം 15 വർഷത്തോളായി ഈ ഒരു ഫീൽഡിലേക്ക് വന്നിരിക്കണം അല്ലേ? അതെ. ഇപ്പൊ എത്ര രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്? ഗൾഫ് കൺട്രീസ് കംപ്ലീറ്റ് ഷോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ വീക്കിൽ ആഫ്രിക്ക ഷോ ചെയ്തു. അതെല്ലാം നമുക്ക് പറഞ്ഞ മാതിരി ഓസ്ട്രേലിയ, സിംഗപ്പൂർ, മലേഷ്യ എല്ലായിടത്തും അത്യാവശ്യം ഷോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും വലിയ എന്തായാലും നമ്മളൊരു പാട്ടുകാരനാണല്ലോ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഗാനത്തിലൂടെ നമുക്ക് ആരംഭിക്കാം. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇബ്രു പറഞ്ഞ പോലെ ഷാറൂഖ് ഖാന്റെ പാട്ടാണ് കൂടുതലും. അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തായാലും എല്ലായിടത്തും പാടുന്ന സോങ് തന്നെ എങ്കിൽ പോലും ഇപ്പോൾ ഇബ്രുവിൻ്റെ ഒരു ഇന്റർവ്യൂവിൽ സ്റ്റാർട്ടിങ് നമുക്ക് ആ സോങ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റോസ് റോസ് രേശം സി ഹവാ आते जाते कहती है बता, रेशम सी हवा कहती है बता, वो जो दूध धुली मासूम कली वो है कहाँ कहाँ है, वो रोशनी कहाँ है, वो जान सी कहाँ है, मैं अधूरा तू अधूरी जी रही है, ए अजनबी तू भी कभी आवाज दे कहीं से, ए अजनबी तू भी कभी आवाज दे कहीं से, मैं यहाँ टुकड़ों मैं जी रहा हूँ, मैं यहाँ टुकड़ों मैं जी रहा हूँ तू कहीं. അടിപൊളി. ഈ പാട്ട് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. താങ്ക് യു. പാടി തന്നു. നമ്മുടെ ഇബ്രുവിന്റെ ചാനലിലെ എല്ലാ ഫോളോവേഴ്സിനും വേണ്ടിയിട്ട് സോങ് ഡെഡിക്കേറ്റ് ചെയ്യാണ്. താങ്ക് യു. അപ്പൊ അഫ്സല്, ഈ ഒരു ടാലന്റ് ഉള്ളിലുണ്ടെന്ന് എങ്ങനെയാണ്, എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ പാരമ്പര്യമായിട്ടുള്ളൊരു സിംഗറൊന്നുമല്ല, പിന്നെ പാട്ട് പഠിച്ചിട്ടില്ല. നമ്മൾ സ്കൂളിലും മദ്രസയിലൊക്കെ ഇങ്ങനെ പണ്ട് ചെറിയ ചെറിയ പരിപാടികളൊക്കെ പങ്കെടുത്ത് അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പിന്നെ പതിയെ കയറി വരുന്നത്. പിന്നെ ചെറിയ കല്യാണ പരിപാടികളൊക്കെ അതെ ഏകദേശം ഒരു +2 ടൈമിലൊക്കെ ആണ് ഇങ്ങനെ ഫാമിലി ഫംഗ്ഷൻസിനൊക്കെ ഇങ്ങനെ പാടി അങ്ങനെയാണ് നമ്മുടെ തുടക്കം. അന്ന് കുറേ മുടിയൊക്കെ വളർത്തുവായിരുന്നല്ലേ? മുടി ഉണ്ടായിരുന്നു. മുടി ഇപ്പോൾ അത്യാവശ്യം ബാക്കിലൊക്കെ മുടി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ അടുത്ത് മുടി ഒന്ന് കട്ട് ചെയ്തതാ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ഒരു മുടിയുടെ സ്റ്റൈലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല തിക്കുള്ള മുടിയായിരുന്നു. ഇപ്പോൾ കുറച്ച് പ്രൊഫഷണൽ ആയിട്ട് എപ്പോഴാണ് വന്നത്? ഏകദേശം നമ്മൾ പറഞ്ഞ പോലെ ഒരു 10 വർഷം ആയി ശരിക്കും. അതിന് മുമ്പൊക്കെ പാടുന്നുണ്ടെങ്കിലും ഒരു 10 വർഷത്തോളം ആയിട്ടാണ് എന്നെ ശരിക്കും എല്ലാവരും അറിയുന്നത്. പിന്നെ നേരത്തെ തന്നെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. പക്ഷെ യൂട്യൂബിലാണെങ്കിലും എന്നെ കൂടുതൽ ആളുകൾ ഹിന്ദി പാട്ട് പാടുന്നുണ്ട്. ഹിന്ദി ഫോളോവേഴ്സ് ആയിരുന്നു കൂടുതൽ. അതെ. പിന്നെ അതിനുശേഷം ഫ്ലവേഴ്സ് ടിവിയിൽ കോമഡി ഉത്സവത്തിൽ വന്നതിന് ശേഷം മലയാളികൾ കൂടുതലായിട്ട് അറിയാൻ തുടങ്ങി. അഫ്സലിന്റെ ഒരു മനസ്സിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കുമാർ സാനുവിന്റെ കൂടെ പാട്ട് പാടണം. അതെ. അങ്ങനെ അത് സംഭവിച്ചു. പിന്നെ തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചേക്കുന്ന 3 ആളുകളാണ് കുമാർ സാനു, ഉദിത് നാരായൺ, ഷാറൂഖ് ഖാൻ. ഇവരെ 3 പേരെ കാണണമെന്നാണ് ഭയങ്കര ആഗ്രഹം ഇപ്പോഴും കേട്ടോ. പക്ഷെ അതിലൊരാള്
കൂടെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയ അദ്ദേഹത്തിൻ്റെ കൂടെ. കുമാർ സാനുവിൻ്റെ കൂടെ ആ സാറിൻ്റെ കൂടെ പാട്ട് പാടാൻ ഒരുപാട് കൊതിച്ച് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എത്തിയപ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഞാൻ ഇതിനു മുമ്പും, കാരണം നമ്മൾ ഇൻ്റർവ്യൂവിലൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ റിപ്പീറ്റേഷൻ തന്നെ ആയിരിക്കും, എങ്കിലും ഞാൻ നമ്മളുടെ ഇബ്രുവിന് വേണ്ടിയിട്ട് പറയാണ്. ഞാൻ കുമാർ സാനുവിനെ അത്രമാത്രം, കുമാർ സാനുവിൻ്റെ മുതിർന്നാരാൻ്റെ പാട്ടുകൾ പാടിയിട്ടാണ് എന്നെ ആളുകൾ അറിയുന്നത്. അത്രമാത്രം എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ കുമാർ സാനുവിനെ മുതിർന്നാരാനും റിയൽ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ എത്രത്തോളം ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ ആ ഒരു ആഗ്രഹം അങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്നു. ഒരു ദിവസം ഇതുപോലെ കുമാർ സാനുവിൻ്റെ കൂടെ യാദൃശ്ചികമായിട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റേജിൽ അദ്ദേഹത്തിൻ്റെ ബാൻഡിൻ്റെ കൂടെ പെർഫോം ചെയ്യാനുള്ള അവസരം വന്നു. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു. എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത അത്രയും, കാരണം ഞാൻ ജീവിക്കുന്ന, പിന്നെ തീർച്ചയായിട്ടും കാരണം ഞാൻ കുമാർ സാനുവിൻ്റെ പാട്ടുകൾ, ഉദിത്തിൻ്റെ പാട്ടുകൾ പാടിയിട്ടാണ് എന്നെ ആളുകൾ അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് റിയൽ ആയിട്ടുള്ള ആളെ കാണുമ്പോൾ ഒരു ഇത് നമുക്കറിയാമല്ലോ, നമ്മളുടെ ഒരു എന്താ പറയുക ഗുരു എന്നൊക്കെ പറയുന്ന ഒരു ഇത്. പിന്നെ നമുക്ക് നേരിട്ട് അദ്ദേഹത്തിനെ കാണാനുള്ളൊരു അവസരം, അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ച് നിന്ന് പാടാനുള്ള അവസരം കിട്ടി നമുക്ക്. ആ ഫോട്ടോസ് വരെ എൻ്റെ കയ്യിൽ ഇപ്പോഴും. അത് ഭയങ്കര, അതെല്ലാവരും പറയും ഭയങ്കര യാദൃശ്ചികമായിട്ട് അദ്ദേഹം ഇട്ടേക്കുന്ന കോസ്റ്റ്യൂം ഞാൻ ഇട്ടേക്കുന്ന കോസ്റ്റ്യൂം ഏകദേശം ഒരുപോലെ തന്നെ കാണാം. അറേഞ്ച് ചെയ്ത് വന്നൊന്നുമല്ല. അല്ല. അപ്പോൾ അത് അത്രയും വലിയൊരു സംഭവമായിട്ട് നമ്മുടെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അദ്ദേഹത്തിന്റെ കൂടെ ചേർന്ന് നിന്ന് പാടാൻ പറ്റി, അദ്ദേഹത്തിന്റെ കൂടെ ബാൻഡിലുള്ള ആളുകളുടെ കൂടെ പാടാൻ പറ്റി. ലൈഫിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെ. നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു പാട്ട് തീർച്ചയായിട്ടും കുമാർ സാനുവിൻ്റെ എല്ലാ പാട്ടുകളും നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. എന്നാലും പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വായിലേക്ക് വരുന്ന പാട്ടുകൾ പറഞ്ഞ പോലെ കിസി റോസ് തുംസേ മുലാഖാത്ത് ഹോഗി മേരി ജാൻ ഉസ് ദിൻ മേരെ സാത്ത് ഹോഗി മഗർ കബ് ന ജാനെ ये बरसात होगी मेरा दिल है प्यासा मेरा दिल अकेला जरा तस्वीर से तो निकल के सामने आ मेरी महबूबा मेरी तकदीर है तो मचल के सामने आ मेरी महबूबा मेरी महबूबा मेरी महबूबा मेरी महबूबा मेरी महबूबा मेरी महबूबा. അടിപൊളി. 90s പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ പാടുന്നത് തോന്നുന്നു അല്ലേ? പിന്നെ തീർച്ചയായിട്ടും എനിക്കിപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നമ്മളെപ്പോലുള്ളൊരു ചെറിയൊരു പാട്ടുകാരന് ആളുകൾ തരുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം ഞാൻ ഈ 90s പാടുന്നത് കൊണ്ട് തന്നെയാണ്. കുമാർ സാനു, ഉദിത് നാരായണൻ്റെ പാട്ടുകളൊന്നും അങ്ങനെ അധികം ആളുകൾ പാടാറില്ല. അപ്പം നമുക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിലെ പാട്ടുകൾ പാടാനുള്ളൊരു മനസ്സ് നമുക്ക് കിട്ടി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. ആ ഒരു ശബ്ദവും അങ്ങനെ തന്നെയാണ് വന്നേക്കുന്നത്, രൂപവും എല്ലാം അങ്ങനെ തന്നെയാണ് വന്നേക്കുന്നത്. ഒരുപാട് സന്തോഷം അതൊക്കെ കേൾക്കുമ്പോൾ. പിന്നെ എനിക്ക് ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എത്ര ആർട്ടിസ്റ്റുകളുടെ കൂടെ പാടാൻ പറ്റിയിട്ടുണ്ട്? ബോളിവുഡിൽ നമ്മളിപ്പോൾ കുമാർ സാനിൻ്റെ കൂടെയാണ് പെർഫോം ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ നമുക്ക് സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മാധ്യമത്തിൻ്റെ ഷോയ്ക്ക് പോകുമ്പോൾ അവരുടെ കൂടെ വരുന്ന ഗസ്റ്റുകളൊക്കെ അത്യാവശ്യം ടോവിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിത്ര ചേച്ചി ഉണ്ടാവാറുണ്ട്, വിധു ചേട്ടൻ ഉണ്ടാവാറുണ്ട്, അഫ്സൽക്ക, അങ്ങനെയുള്ള അത്യാവശ്യം നമ്മുടെ എല്ലാ ആളുകളുടെയും കൂടെ മാധ്യമത്തിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം അവരുടെയൊക്കെ വെച്ചാൽ വലിയ ഷോസാണ്, എല്ലാ ഇവൻസും ഗൾഫ് കൺട്രീസിൽ വെച്ച് നടക്കുന്ന ഷോസാണ്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ നമ്മളുടെ ഈ മാധ്യമത്തിൻ്റെ കൂടെ പാടാൻ പറ്റിയതിൽ നമുക്ക് അവരുടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സ്റ്റേജ്. ഇപ്പോൾ ഒരു മുഹമ്മദ് അഫ്സൽ എന്ന് പറഞ്ഞൊരു കലാകാരൻ, ഒരു ഗായകൻ, ഇപ്പോൾ ഒരു 15 വർഷക്കാലമായിട്ട് ഈ ഒരു ഫീൽഡിൽ ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് ഷോസുകൾ എല്ലാം ചെയ്യുന്നു. എവിടെയെങ്കിലും പോകുമ്പോൾ ആളുകൾ തിരിച്ചറിയാറുണ്ടോ? പിന്നെ ഒരുപാട് സ്ഥലത്ത് നമ്മളുടെ ഹെയർ കണ്ടിട്ടൊക്കെ ഒത്തിരി ആളുകൾ തിരിച്ചറിയാറുണ്ട്. പറയാമോ? അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോഴാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ട് അവർ, കാരണം നമ്മൾ മറ്റുള്ള സിംഗേഴ്സിനേക്കാൾ കൂടുതൽ ഞാൻ ഈ 90s പാടുന്നതുകൊണ്ട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടമാണ് ആളുകൾക്ക് നമ്മൾ കാണുമ്പോൾ. അപ്പോൾ അവർ വന്നിട്ട് നമ്മളുടെ അടുത്ത് വന്നിട്ട് സംസാരിച്ച് നമ്മളോട് സെൽഫി ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വലിയൊരു സിംഗറോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരാളൊന്നുമല്ല, എങ്കിലും നമ്മൾ ചെറിയ രീതിയിലൊക്കെ പെർഫോം ചെയ്ത് അത് കണ്ട് ഇഷ്ടപ്പെട്ട് മനസ്സിൽ ആഗ്രഹങ്ങൾ വെച്ചിട്ട് നമ്മൾ വന്ന് കണ്ട് സംസാരിക്കുമ്പോൾ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട്. പിന്നെ നമ്മൾ കണക്ട് ചെയ്യുന്ന ആളുകളൊക്കെ ആയിട്ട് എപ്പോഴും ഞാൻ വാട്സപ്പിലാണെങ്കിലും സംസാരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. എന്താ പറയുക, അത്
നമുക്ക്. ഇപ്പൊ ആഫ്രിക്കയിലാണ് ലാസ്റ്റ് പ്രോഗ്രാം. അതെ അതെ, അവിടെ എങ്ങനെയായിരുന്നു മലയാളീസിന്റെ ഷോസ് ഉണ്ട്, മലയാളീസാണ് ഇപ്പോൾ ഷോസ് ചെയ്തത്. പിന്നെ ഞാൻ പോയത് കൊണ്ട് അവർക്ക് നമ്മളെ വെച്ചിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റി. കാരണം ഹിന്ദി സോങ്സ് പാടുന്നുണ്ട് അവിടെ, നോർത്ത് ഇന്ത്യൻസ് കുറേ ഉണ്ട്. കുറേ പേര്. അപ്പോൾ അങ്ങനെ കുറേ ആളുകൾ നമ്മൾ പ്രോഗ്രാം, സെക്കൻഡ് ടൈമാണ് ഞാൻ ഇപ്പോൾ പ്രോഗ്രാമിന് പോകുന്നത്. സാധാരണ ഒരു ഷോ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമ്മളങ്ങനെ വിളിക്കില്ല. പക്ഷെ ഇത്തവണയും നമുക്ക് സെയിം ഷോ എന്നെ തന്നെ അവർ വിളിച്ച് ഏൽപ്പിച്ചു. പക്ഷെ അവർക്ക് കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റി. കാരണം നമ്മൾ ഹിന്ദി പാടുന്നതുകൊണ്ട് ഹിന്ദി ഓഡിയൻസിനെ കൂടി അതിൻ്റെ അകത്ത് വെച്ച് ചെയ്യാൻ പറ്റി എന്നുള്ള വലിയ ഭാഗ്യം. ഏതെങ്കിലും ട്രൂപ്പായിട്ട് ടൈപ്പ് ആയിട്ടാണോ അതോ ഫ്രീലാൻഡ് ആയിട്ടാണോ? ഞാൻ ഫ്രീലാൻസ് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. പിന്നെ ഇത്തവണ പോയപ്പോൾ നമുക്ക് അവിടുത്തെ ആഫ്രിക്കൻ ബാൻഡിൻ്റെ കൂടെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റി. അവർക്ക് അത്യാവശ്യം അവിടെ ബോളിവുഡ് സോങ്സ് ഒക്കെ വായിക്കുന്ന ഒരു ആഫ്രിക്കൻ ബാൻഡ് ഉണ്ട്. പക്ഷെ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ആഫ്രിക്കക്കാർ നമ്മളുടെ ബോളിവുഡ് സോങ്സ് ഒക്കെ അത്രയും അടിപൊളിയായിട്ട് പ്ലേ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലൈവ്, പക്ക ലൈവ്, എല്ലാ ഇൻസ്ട്രുമെന്റ്സും ലൈവായിട്ട് തന്നെ വായിക്കുന്ന ആളുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അത്. അപ്പോൾ നമുക്കതൊക്കെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ജീവിതത്തിൽ. എന്താണ് ഏറ്റവും കൂടുതൽ നടന്നേക്കുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത്? എന്താണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട്? അല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ച് ഞാൻ പാടുന്ന പാട്ടുകൾ കുമാർ സാനു, ഉദിത് നാരായണൻ്റെ ഒക്കെ പാട്ടുകൾ, പിന്നെ ഷാറുഖ് ഖാൻ എനിക്ക് ഭയങ്കര ക്രേസാണ്. ഷാറുഖ് ഖാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചേക്കുന്നതും ഇവരെ ഒക്കെ കാണുക, ഇവരുടെ മുമ്പിൽ പോയിട്ട് ഇവർക്ക് വേണ്ടി രണ്ടുപേരും പാട്ടുകൾ പാടിയിട്ട് അങ്ങനെയുള്ളൊരാഗ്രഹം ഉള്ള ഒരാളായിരുന്നു. പക്ഷെ കുമാർ സാനുവിൻ്റെ കൂടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് പാടാൻ പറ്റി തന്നെയാണ് ഏറ്റവും വലിയ, എന്നെ സംബന്ധിച്ച്. പിന്നെ അതുപോലെ തന്നെ ചിത്ര ചേച്ചിയുടെ കൂടെ രണ്ടുപേരും ചേച്ചിയുടെ കൂടെ പാടാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ലൈഫിൽ കിട്ടുന്ന ഭാഗ്യമോ. നമ്മൾ പറഞ്ഞ എല്ലാവർക്കും പറഞ്ഞ പോലെ ചിലപ്പോൾ സംഭവിക്കണമെന്നില്ല. പക്ഷെ നമുക്ക് അതിയായ ആഗ്രഹമുള്ളത് കൊണ്ട്, അതും ചിത്ര ചേച്ചി കുമാർ സാനുവിൻ്റെ കൂടെ പാടിയേക്കുന്ന ഒരു പാട്ട് തന്നെയാണ് ഞാൻ ചേച്ചിയുടെ കൂടെ ഹിന്ദി തന്നെ പാടിയത്. എന്താണെങ്കിലും ഹിന്ദി പാട്ടാണല്ലോ ഏറ്റവും കൂടുതൽ പാടുന്നത്. അതെ, നമുക്കൊരു മലയാളം പാട്ട്. നവമേഘമേ കുളിർ കൊണ്ടുവാ, ഒരു ചെങ്കുരിഞ്ഞി പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാൻ, താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. നല്ല രസമുള്ള പാട്ടല്ലേ? പിന്നെ എസ് പി സാറിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എസ് പി സാറിന്റെ ഇതുപോലെ തമിഴും മലയാളം ഒക്കെ പാടാൻ. കാരണം നമ്മൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ. എന്തോ നമുക്ക് ഭയങ്കര കൂടുതൽ ഭയങ്കര അടുപ്പമുള്ള ഒരു വ്യക്തിനെ പോലെ ഫീൽ ചെയ്യുന്ന ഒരു സിംഗർ കൂടിയായിരുന്നു എസ് പി സാറ്. അദ്ദേഹത്തിന്റെ ഒരു വിയോഗം ശരിക്കും ഭയങ്കരമായിട്ട് എനിക്ക് മനസ്സിന് ഭയങ്കരമായിട്ട് വേദന ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചെന്ന് അറിഞ്ഞ സമയത്ത്, ഞാൻ ഒരു പ്രോഗ്രാം സ്ഥലത്തായിരുന്നു. ആ സമയത്ത് ഭയങ്കര മനസ്സിന് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയൊരു സമയം കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ തമിഴ് സോങ്സ് ഒക്കെ പാടാറുണ്ട്. കുറേയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പാടാറുണ്ട്. അതൊക്കെ വലിയൊരു സന്തോഷം തരുന്ന ഒരു കാര്യം നമുക്ക്. ഏറ്റവും കൂടുതൽ വലിയ സന്തോഷം എന്ന് പറയുന്നത് കുമാർ സാനു സാറിൻ്റെ കൂടെ പാടിയ അതാണ്. എന്താവണം എന്നാണ് ഇനി ആഗ്രഹം? ഇല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇതുപോലെ എത്തിയെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, എന്നെ സംബന്ധിച്ച് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് ഇപ്പം എനിക്ക് എൻ്റെ ജീവിതത്തിൽ പിന്നെ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതും. കാരണം നമ്മളെപ്പോലുള്ള ഒരു ചെറിയൊരു ഗായകന് ഇത്രത്തോളം ആളുകളുടെ മനസ്സിലോട്ട് നമ്മളുടെ പാട്ടുകൾ എത്തിക്കാൻ കഴിഞ്ഞു. ഇത്രയും രാജ്യങ്ങൾ നമുക്ക് പോകാൻ കഴിഞ്ഞു. പക്ഷേ നമ്മൾ വേറൊരു ഫീൽഡിലായിരുന്നെങ്കിൽ ഒരിക്കലും എന്നെ സംബന്ധിച്ച് നമുക്ക് ഇത്രയും രാജ്യങ്ങൾ പോകാനോ അല്ലെങ്കിൽ ഇത്ര ആളുകളായിട്ട് ഇടപഴകാൻ അറിയാനോ നമ്മൾ ഒരിക്കലും വഴിയില്ലല്ലോ. അപ്പം നമ്മളെ സംബന്ധിച്ച് കിട്ടിയതൊക്കെ ബോണസ് തന്നെ. ഇനി കിട്ടുന്നത് ബോണസാണ്. അതെ അതെ. ഇപ്പം റീസെൻ്റ്ലി ഒരു ബോളിവുഡ് ഡയറക്ടർക്ക് വേണ്ടിയിട്ടൊരു സോങ് പാടിയിട്ടുണ്ടായിരുന്നു. അത് എന്തൊക്കെയോ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ട് മാറി നിൽക്കുന്ന ഒരു ആൽബം സോങ് ആണ്. പുള്ളി ഓൾറെഡി അക്ഷയ് കുമാറിനെ വെച്ചിട്ടും അമീർ ഖാനെ വെച്ചിട്ട് കുറേ പടങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. സുനിൽ ദർശൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എന്നെ വിളിച്ചു, പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ട് എന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് അന്ന് ബോംബെ കൊണ്ടുവരുന്നു. റെക്കോർഡിംഗ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞ് ഇരിക്കുന്ന സാധനം. പക്ഷെ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അതിങ്ങനെ നീണ്ടു പോവുകയാണ്. ആയിരിക്കാം. അദ്ദേഹം എപ്പോഴും കോൺടാക്ട് ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് മെസ്സേജ് അയക്കാൻ, വിളിക്കാം. ബോംബെ പോണ സമയത്ത് അദ്ദേഹത്തിൻ്റെ കാണാം. അദ്ദേഹത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോകാറുണ്ട്. ബോംബെ പോണ സമയത്ത് അദ്ദേഹം നമ്മളെ കൊണ്ട് പുറത്തൊക്കെ പോയിട്ട് ഭക്ഷണം വാങ്ങിച്ചത്. അപ്പം അതൊക്കെ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഇത്രയും ഒരു ചെറിയൊരു കാലയളവിൽ നമുക്ക് കിട്ടിയൊരു ഭാഗ്യം തന്നെ അതൊക്കെ. അപ്പം നമുക്കൊരു പാട്ടും കൂടി കേൾക്കാം. അഭി മുझ में कही बाकी थोड़ी सी है जिंदगी, जगी धड़कन नहीं, जाना जिंदा हूँ मैं तो अभी, कुछ ऐसी लगन इस लम्हे में है, ये लम्हा
കഹാ ഥാ മേരാ. നല്ല രസമുണ്ട്, നല്ല ഫീൽ ഉണ്ട് പാട്ടിന്. താങ്ക് യു താങ്ക് യു. എന്താണെങ്കിലും ശരിക്കും പ്രോപ്പർ എറണാകുളം അല്ലേ? ഞാൻ ആലുവയാണ് സ്ഥലം. ആലുവയാണ്. ഫാമിലിയൊക്കെ ഫാമിലി വൈഫുണ്ട്, ഒരു മോനും ഒരു മോളും. മോനിപ്പോൾ 8 വയസ്സ്, മോള് 3 വയസ്സാവുന്നു. അവർക്കൊക്കെ പാട്ടൊക്കെ പാടി കൊടുക്കാറൊക്കെ ഉണ്ട്? പാട്ട് പാടി കൊടുക്കേണ്ട ആവശ്യമില്ല, പിന്നെ എപ്പോഴും നമ്മളുടെ വീഡിയോസ് ഒക്കെ യൂട്യൂബിലുള്ളതുകൊണ്ട് ഇരുന്ന് കാണും. അവരൊക്കെ ഹാപ്പിയാണ്. അയ്യോ ഭയങ്കര ഹാപ്പിയാണ്. മോനും ഒക്കെ അത്യാവശ്യം സ്ഥിരമായിട്ട് കേൾക്കുന്നതുകൊണ്ട് മോനും മോൾക്കൊക്കെ പാട്ടുകളൊക്കെ അറിയാം, നമ്മളുടെ പാട്ടുകളൊക്കെ അറിയാം അതൊക്കെയാന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഹാപ്പി ആയിട്ട് പോകുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഹാപ്പി ആയിട്ട് ഒരുപാട് ഷോസുകളിൽ ഷോസ് ഉണ്ട്. ESP മീഡിയയിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു താങ്ക് യു, ഒരുപാട് സന്തോഷം. ഞാൻ വിളിച്ചപ്പോൾ ആഫ്രിക്കയിലായിരുന്നു. അതിനുശേഷം ഇവിടെ എത്തി, നമ്മുടെ അടുത്ത് എത്തിയതിലും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഷാറുഖ് ഖാനെ കാണണം. അതെ, ഷാറുഖ് ഖാനും ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഷാറുഖ് ഖാൻ, അതുപോലെ തന്നെ കുമാർ സാനു, ഉദിത് നാരായൺ, ഇവരെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇവരുടെ അടുത്ത് നിന്നിട്ട് അവരുടെ അടുത്ത് നിന്ന് അവർക്ക് വേണ്ടിയിട്ട് അവർ പാടിയ പാട്ടുകൾ ജസ്റ്റ് പാടുക, അതൊക്കെയാണ് ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിട്ട് ഞാൻ കാണുന്നത്. അതാണ്. ഒരാളെ കണ്ടു, ഇനി 2 പേര് കാണാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. അതിനുള്ളത് ജഗദീശൻ അതിനുള്ളൊരു അവസരം ഉണ്ടാക്കി തരും. താങ്ക് യു താങ്ക് യു, ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം. എന്താണ് നമ്മുടെ ESP മീഡിയയുടെ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? എന്താ പറയുക, ഇബ്രുവിൻ്റെ പ്രോഗ്രാംസൊക്കെ ഞാൻ ഒരുപാട് കാണാറുണ്ട്. നമ്മൾ ചാനൽ വഴിയൊക്കെ എന്തായാലും കാണുന്നതാണ്. ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെയൊക്കെ കൂടെയുള്ള ഇൻ്റർവ്യൂസ് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് എന്താണ് ഇബ്രു നമ്മൾ വിളിക്കാത്തത്. അപ്പോൾ എന്തായാലും നമ്മളുടെ സമയം, ഞാൻ പറഞ്ഞില്ല എല്ലാത്തിനും സമയമാണ്. ആ സമയം വന്നാൽ നമ്മളെല്ലാവരും എത്തേണ്ടടുത്ത് എത്തിയിരിക്കും, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സമയം ഇപ്പോൾ ആയി. ഇബ്രു എന്നെ മെസ്സേജ് വിട്ടപ്പോൾ ഞാൻ ആഫ്രിക്കയിലായിരുന്നു. ഇപ്പം ഇന്ന് വിളിച്ചപ്പോൾ ഞാൻ ഫ്രീ ആയിരുന്നു. ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളൊക്കെ പ്രോഗ്രാം ഉണ്ടെങ്കിലും പകലൊക്കെ നമ്മൾ ഫ്രീ ആണല്ലോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വിളിച്ചപ്പോൾ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തൊരു ഇൻ്റർവ്യൂ ആണ്. ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് നല്ല സെലിബ്രിറ്റീസൊക്കെ ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് എടുക്കാൻ ഇബ്രുവിന് സാധിക്കട്ടെ. നല്ല നല്ല പ്രോഗ്രാംസ് നമ്മളുടെ ESPNൻ്റെ പ്രേക്ഷകരിലോട്ട് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു. എന്താണെങ്കിലും അഫ്സലിനെ ഞാൻ ഒരുപാട് നാളുകളായിട്ട് അഫ്സലിൻ്റെ പാട്ടുകൾ ഞാൻ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അഫ്സലിനെ നേരിട്ടൊന്ന് പരിചയപ്പെടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ചാനലിലേക്ക് അഫ്സൽ എത്തിയിരിക്കുകയാണ്. അഫ്സലിൻ്റെ പാട്ടുകൾ എല്ലാം ലൈവായിട്ട് നമുക്ക് കാണാനും പറ്റി, എനിക്ക് നിങ്ങളിലേക്ക് അത് എത്തിക്കാനും പറ്റി. അപ്പോൾ എന്താണെങ്കിലും അഫ്സലിൻ്റെ ഒരു പാട്ടും കൂടി പാടിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എന്തായാലും നമുക്ക് ഇബ്രുവിനും നമ്മളുടെ ഓഡിയൻസിനും വേണ്ടിയിട്ട്, ഇബ്രുവിൻ്റെ ചാനലിലെ ഓഡിയൻസിന് വേണ്ടിയിട്ട് നല്ലൊരു കുമാർ സാനുവിൻ്റെ ആഷിഖിയിലെ ഒരു സോങ്, പഴയ ഒരു സോങ് എന്തായാലും ഡെഡിക്കേറ്റ് ചെയ്യണം എല്ലാവർക്കും വേണ്ടിയിട്ട്. ഓക്കെ. ജാനം ജാനേ ജാ, जानम जाने जहां, जाने जिगर जाने मन, मुझको है तेरी कसम, तू जो मुझे ना मिली मर जाऊंगा मैं सनम. जाने जिगर जाने मन, मुझको है तेरी कसम, तू जो मुझे ना मिली मर जाऊंगा मैं सनम. हो रोकेगा हमको अब क्या जमाना, मर के हमें है वादा निभाना. जाने जिगर जाने मन, मुझको है तेरी कसम, तू जो मुझे ना मिली मर जाऊंगा मैं सनम. जानम जाने जा, जानम जाने जहां, जानम जाने जा, जानम जाने जहां. താങ്ക് യു. ഒരിക്കൽ കൂടി ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയതിൽ. ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് നല്ല ഇൻ്റർവ്യൂസൊക്കെ ESPN വഴി ഇബ്രുവിൻ്റെ ആങ്കറിങ്ങിലൂടെ കാണാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. താങ്ക് യു. എന്താണെങ്കിലും മുഹമ്മദ് അഫ്സലിൻ്റെ പാട്ടുകളൊക്കെ കേട്ടു, വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ എന്താണെങ്കിലും ഈ കലാകാരനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തൽക്കാലം ഇവിടെ പറയുകയാണ് നിങ്ങളുടെ സ്വന്തം ഇബ്രു.